ഇന്നാള് രാവിലെ അമ്മമ്മയുടെ ഒരു ഫോണ് രാവിലെ നേരത്തെ ഫോണൊക്കെ വന്ന സത്യം പറഞ്ഞ പേടിയാട്ടോ. വിളിച്ചപ്പോ എന്താത്രേ, അമ്മമ്മയ്ക്ക് ഒരു ഫോട്ടോ വേണം. ആരുടെയാ? മൂപ്പരുടെ തന്നെയാണ്. നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു അയോട്ടോ നീയെന്ന്. ഞാൻ അപ്പൊ തന്നെ ഗാലറിന്ന് അമ്മമ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ക്രോപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു കേട്ടോ. അയച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് ആയില്ലേ അതിന് മുമ്പ് ഫോണ്. അത് ശരിയായിട്ടില്ല, നീ കുറച്ചുകൂടി നല്ല ഫോട്ടോ അയക്കേ ഇരിക്കണതൊക്കെയാണ്. ഞാൻ ചോദിച്ചു അമ്മമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഫോട്ടോയ്ക്ക് ഒരു അത്യാവശ്യം? ഇപ്പോഴല്ലേ അറിഞ്ഞത് ആൾക്ക് 97 വയസ്സായിച്ചെങ്കിലും ഇപ്പോഴും അതെ, ഉച്ചയ്ക്കൊക്കെ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ആളൊരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ കൊടുക്കാനാണ് ഫോട്ടോ ഒക്കെ ഒപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാനിതിവിടെ പറയാൻ കാരണം വേറെ ഒന്നല്ല. അതിനു മുമ്പ് വേറൊരാളുടെ കാര്യം കൂടി പറയാം. ഇവിടെ വീട്ടിൽ പണിക്ക് വരുന്നൊരു ചേച്ചിയുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ ഭർത്താവ് എന്നും അവരെടുത്തിട്ട് അടിക്കും കുടിച്ചു കഴിഞ്ഞ്. അപ്പൊ എന്നും അവർ ആ സങ്കടങ്ങളൊക്കെ പറയും. അവരെന്നോട് എത്ര കാശ് കിട്ടിയാലും അയാൾ അതൊക്കെ വാങ്ങൂത്രേ. ഒരു ദിവസം അവര് രാവിലെ വന്നിട്ട് ഫോൺ എന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, വീണ ടീച്ചർ ഇതിൽ എനിക്ക് ഗൂഗിൾ പേ തുറന്നു തരൂ. ഞാൻ ചോദിച്ചു ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്ത് പറ്റി? ഞാൻ വേറെ വീടെടുത്ത് താമസം തുടങ്ങി, ഇനി ഞാൻ ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോണില്ലയാണ്. ഇപ്പൊ അവര് താമസം മാറിയിട്ട് ഏതാണ്ട് 1 കൊല്ലം ആവാൻ പോണു കേട്ടോ. ആ വീട്ടില് ഫുൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വാടക വീടാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കും. ഷീസ് ഹാപ്പി. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മക്കളൊക്കെ ഇടയ്ക്ക് കാണാൻ വരും. അവര് പണിയെടുക്കണു, അവര് കാശുണ്ടാക്കണു, രാത്രി പോയി സ്വസ്ഥമായി കിടന്നുറങ്ങണു. ഇടയ്ക്ക് അയാളും കാണാൻ വരുത്രേ. അപ്പൊ എന്തെങ്കിലും കാശൊക്കെ കൊടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചു തിരിച്ചു പോണില്ലേ? ഇല്ല, ഞാൻ ഇനി തിരിച്ചു പോവില്ല. നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള പല ആൾക്കാരും ഉണ്ട് അല്ലെ. തന്റെ 97ാമത്തെ വയസ്സിലും ഒരു ബുക്ക് എഴുതി അത് പ്രസിദ്ധീകരിക്കാനുള്ള ഉത്സാഹം കാണിക്കുന്ന അമ്മുമ്മ. വേറെ ആരോ എഴുതിയ കഥയിലൊരു കഥാപാത്രമായി ഒതുങ്ങാതെ തന്റെ കഥ സ്വന്തം എഴുതി അതിൽ റാണിയാവാൻ ശ്രമിക്കുന്ന ചേച്ചി. ഇതൊക്കെയല്ലേ റിയൽ ഇൻസ്പിറേഷൻസ് ഇൻ ലൈഫ്.